മാർക്കറ്റ് വാച്ചിലേക്ക് സ്വാഗതം. നിഫ്റ്റി 6000-ലേക്ക് കടക്കുന്നതിന്റെ ആഹ്ലാദത്തിലാണ് നിക്ഷേപകരും ബ്രോക്കിംഗ് ഹൗസുകളും. പൊതുവെ കേരളത്തിൽ ഇത്രയും നാൾ വളരെ സ്ലഗിഷായിരുന്ന അല്ലെങ്കിൽ പിന്നോട്ട് നിന്നിരുന്ന വിപണിയിലേക്ക് വലിയ രീതിയിൽ റീറ്റെയിലേഴ്സിന്റെ പങ്കാളിത്തം വർദ്ധിച്ചതായി കാണുന്നു. ഒപ്പം നമുക്കറിയാം ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വെച്ച് മാത്രം ബാങ്ക് ഡിപ്പോസിറ്റുകളെക്കാൾ മുകളിൽ സ്റ്റോക്ക് മാർക്കറ്റിലെ പണം വന്നിരിക്കുന്നു. ഇങ്ങനെ ഒരു നിര നല്ല വാർത്തകൾ, സർക്കാരിൻ്റെ FDI റീറ്റെയിൽ, ഇത്തരം കാര്യങ്ങളിലെല്ലാം വളരെ അനുകൂലമായ കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇക്കാര്യത്തെക്കുറിച്ചെല്ലാം വിശദമായി ചർച്ച ചെയ്യാൻ ഹെഡ്ജ് ഇക്വിറ്റീസ് CEO N ഭുവനേന്ദ്രൻ ചേരുന്നു. ശ്രീ ഭുവനേന്ദ്രൻ, മാർക്കറ്റ് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോയിന്റുകൾക്കൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ അടുത്ത വർഷത്തേക്കുള്ള, കാരണം ഈ വർഷം ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്ത വർഷം ഒരു പുതിയ പ്രതീക്ഷകൾ നമ്മൾ ദീപാവലിയുടെ സമയത്ത് പങ്കുവച്ചതുപോലെ തന്നെ ആ പ്രതീക്ഷകൾക്ക് ജീവനേകുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ മാർക്കറ്റിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിഫ്റ്റി അറ്റ് 6000 അല്ലെങ്കിൽ അത്തരം ഒരു പിടി നല്ല നല്ല കാര്യങ്ങൾ. വളരെ ശ്രദ്ധേയമായി തോന്നിയ ഒരു കാര്യം പ്രധാനമായിട്ടും ഈ മാർക്കറ്റ് ക്യാപ്പ് വെച്ചിട്ട് ഇന്ത്യൻ കമ്പനികളുടെ മൊത്തത്തിലുള്ള ആ തുക അത് ബാങ്ക് ഡെപ്പോസിറ്റുകൾ, ഇന്ത്യയിലെ ബാങ്ക് ഡെപ്പോസിറ്റുകളെക്കാളും മുകളിലേക്ക് എത്തിയിരിക്കുന്നു. പക്ഷേ ഇതിൽ കമ്പനി ഉടമകൾക്കാണ് ഏകദേശം 60% പ്രാതിനിധ്യം. മ്യൂച്വൽ ഫണ്ടുകൾക്കും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾക്കും ബാക്കി ഒരു 20-25%. കേവലം 3-4% ആളുകൾ മാത്രമേ ഇന്ത്യയിൽ ഈ ഓഹരി വിപണിയിൽ നിക്ഷേപകരായി എത്തുന്നുള്ളൂ. ഇതിന് വലിയ രീതിയിലൊരു മാറ്റം കുറിക്കാനെങ്കിലും ഇപ്പോഴത്തെ ഈ മുന്നേറ്റങ്ങൾ സഹായിക്കേണ്ടതല്ലേ? അത് ശരിയാണ് സനിൽ പറഞ്ഞത്. കാരണം പലപ്പോഴും മാർക്കറ്റ് ഈ ന്യൂസുകൾ, ഇപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് കൂടുതലായി സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് സംസാരിക്കുന്നത്? മാർക്കറ്റ് ഹയർ ലെവലിലേക്ക് വന്നതുകൊണ്ടാണ്. അതേസമയം ആ സമയത്ത് മാത്രമാണ് മീഡിയ വളരെയധികം ഹൈലൈറ്റ്സ് സ്റ്റോക്ക് മാർക്കറ്റിന് കൊടുക്കുന്നത്. ഈ സമയത്തും ആളുകൾ വരില്ല. ഇനി മാർക്കറ്റ് കുറച്ചുകൂടെ ഹയർ ലെവലിലേക്ക് മൂവ് ചെയ്യുമ്പോഴാണ് ലോകത്തിലെ ഏറ്റവും വലിയ ധനികരുടെ പട്ടിക, ഇങ്ങനെയുള്ള ന്യൂസുകൾ വരുന്നു. ഈ ന്യൂസുകൾ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനെ മാർക്കറ്റിലേക്ക് അട്രാക്ട് ചെയ്യും. അത് നോർമലി ഏറ്റവും കൂടുതൽ ന്യൂസ് സ്പ്രെഡ് ചെയ്ത് സ്റ്റോക്ക് മാർക്കറ്റിന് ഏറ്റവും കൂടുതൽ പബ്ലിസിറ്റി കിട്ടുന്ന സമയത്താണ് മാർക്കറ്റിൽ കറക്ഷൻ സംഭവിക്കുക. നമ്മളുടെ എക്സ്പീരിയൻസ് അങ്ങനെയാണ്. കഴിഞ്ഞ കാലങ്ങൾ ചിന്തിച്ചപ്പോൾ ഡൗ തിയറി ഒക്കെ പറയുന്നതാണല്ലോ. അതേ രീതിയിൽ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് എപ്പോഴും മാർക്കറ്റിലേക്ക് വരുന്നത് ഹയർ ലെവലിൽ മാർക്കറ്റ് മൂവ് ചെയ്യുമ്പോഴാണ്. പിന്നെ ആ ലെവലിൽ നിന്ന് ഒരു കറക്ഷൻ സംഭവിക്കുമ്പോൾ ഇവർ പേടിച്ച് നഷ്ടം വന്ന് തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. പലപ്പോഴും നമ്മളൊരു 2 മാസം മുമ്പ് തന്നെ സ്റ്റേ ഇൻവെസ്റ്റഡ് എന്ന് പറയുന്നു. ഈ സമയത്ത് പോലും കൂടുതൽ ആളുകൾ മാർക്കറ്റിലേക്ക് വരുന്നില്ല. പല ബ്രോക്കിംഗ് ഹൗസിലും വളരെയധികം ആളുകൾ ഇപ്പോൾ ബ്രോക്കിംഗ് ഹൗസസിലേക്ക് വരികയാണ്, കൂടുതൽ സ്റ്റോക്കുകൾ മേടിക്കാൻ തയ്യാറാവുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ പബ്ലിസിറ്റി ലഭിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഇൻവെസ്റ്റേഴ്സിന്റെ ആ ഒരു സ്വഭാവം മാറുക എന്നുള്ളതാണ്. ഏറ്റവും ലോവർ ലെവൽ മാർക്കറ്റ് മൂവ് ചെയ്യുമ്പോൾ എല്ലാ ന്യൂസുകളും നെഗറ്റീവായിരിക്കുന്ന സമയത്ത് വാല്യുവേഷൻ വളരെ ചീപ്പർ വാല്യുവേഷനിൽ പല സ്റ്റോക്കുകളും ലഭിക്കും. ഈ സമയത്താണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഈ 3% കൂടാത്തതിൻ്റെ പ്രധാന റീസൺ എന്ന് പറയുന്നത്, ഒന്ന്, വളരെയധികം ആളുകൾ സ്പെക്കുലേഷനിലേക്ക് തിരികെയാണ്. സ്പെക്കുലേറ്റ് ചെയ്ത ഏത് ബുള്ളിഷ് മാർക്കറ്റ് ആണെങ്കിലും പൈസ നഷ്ടപ്പെടും. ഒന്ന്, സ്പെക്കുലേറ്റ് ചെയ്ത ആളുകൾ പൈസ നഷ്ടപ്പെടുത്തി ആളുകൾ പുറത്തേക്ക് പോകുന്നു. രണ്ടാമതായി, ഏറ്റവും ഹയർ ലെവലിൽ ആളുകൾ എൻട്രി ചെയ്ത് പൈസ നഷ്ടപ്പെടുന്നു. മൂന്നാമതായി, ടിപ്സിന് പുറകെ പോയി അങ്ങനെ പൈസ നഷ്ടപ്പെടും. അപ്പോൾ ജനറലി ആളുകൾക്കെല്ലാം തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ പൈസ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നൊരു 8-9 മാസം മുമ്പാണെന്ന് SIP പ്രൊമോട്ട് ചെയ്തിരുന്നു. ഒരു റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഏറ്റവും നല്ല കമ്പനികളുടെ ഭാഗമായി മാറുക എന്നുള്ളതാണ്. അതാണ് SIP എന്ന സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ്. മന്ത്ലി നമ്മളുടെ കയ്യിലുള്ള ബാലൻസ് ഫണ്ട് ഇന്ത്യയിലെ വളരെ നല്ല കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ള സ്ട്രാറ്റജിയാണ് എപ്പോഴും റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നല്ലത്. ഇതൊരു സൈക്കോളജി എന്ന് പറയുന്നതാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ 2200 അല്ലെങ്കിൽ റിലയൻസ് ഇൻഡസ്ട്രീസ് 800 മേടിച്ചാൽ 820, 830, 840 വരുമ്പോൾ റിലയൻസ് ഇൻഡസ്ട്രീസിൽ നിന്ന് ഞാൻ എക്സിറ്റ് ചെയ്ത് മാറും. കാരണം എനിക്ക് 40 റുപ്പീസ് മതി പ്രോഫിറ്റ് എന്നുള്ളതാണ്. അതേ സമയത്ത് 800 റുപ്പീസിൽ നിന്നും 760 700 600 എത്തിയാലും ഈ സ്റ്റോക്കിൽ നിന്ന് എക്സിറ്റ് ചെയ്ത് മാറുന്നില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രധാന റീസൺ എന്ന് പറയുന്നത്. അപ്പം ട്രേഡ് ചെയ്യുന്നവർ മാർക്കറ്റ് ലോസ് ബുക്ക് ചെയ്യാൻ പഠിക്കണം. അപ്പോൾ 40 റുപ്പീസിന് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നവർ 20 റുപ്പീസിനോ അല്ലെങ്കിൽ 30 റുപ്പീസിനോ ലോസ് ബുക്ക് ചെയ്യാൻ തയ്യാറാകണം. പ്രോഫിറ്റ് വരുമ്പോൾ, മാർക്കറ്റ് കയറി വരുമ്പോൾ ഒരു മിഡിൽ റേഞ്ചിൽ വെച്ച് എക്സിറ്റ് ചെയ്ത് മാറുകയാണ്. വീണ്ടും അവർ എൻ്റർ ചെയ്യുന്ന ഏറ്റവും ഹയർ ലെവലിലാണ്. അതുകൊണ്ടാണ് ആളുകൾക്ക് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് പൈസ നഷ്ടപ്പെടുന്നതും ഈ റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ കൂടാതിരിക്കുന്നതിൻ്റെ ഒരു പ്രധാന റീസൺ എന്ന് പറയുന്നത് ആളുകൾക്ക് പൈസ നഷ്ടപ്പെടുന്നതുകൊണ്ടാണ്. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുന്നവർ അതിനെ വ്യക്തമായി പഠിച്ച് വളരെ ഡിസിപ്ലിനോട് കൂടി തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണം. നല്ല കമ്പനികൾ ഐഡൻറ്റിഫൈ ചെയ്ത് അതിനുള്ള കുറേ ഓപ്ഷൻസ് ഇന്ന് അവൈലബിൾ ആണ്. നല്ല കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതും ആ കമ്പനിയുടെ പാർട്ടായി മാറുക. ഇപ്പോൾ മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ
ഈ പറയുന്ന ഇൻഷുറൻസ് കമ്പനികളോ FISO ചെയ്യുന്നത് എന്താണ്? അവർ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നടത്തുന്നത്. നല്ല കമ്പനികൾ ഐഡൻറ്റിഫൈ ചെയ്ത് ആ കമ്പനികൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയാണ്. അതുകൊണ്ടാണ് അവർ ഒരിക്കലും ഔട്ടായി പോകാതിരിക്കുന്നതും അവർ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത്. ഇപ്പോൾ ഇന്ത്യയാണ് ലോകത്തിലെ ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് ക്ലൈമറ്റുള്ള രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യയാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഫ്യൂച്ചറിൽ 2013-14 ഒക്കെ തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല സമയമാണ് വരാനിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് ഒരു ചോദ്യത്തിലേക്ക് കിടക്കാം. രാധാകൃഷ്ണൻ, അദ്ദേഹത്തിൻ്റെ കയ്യിൽ DLF, കാനറ ബാങ്ക്, യൂക്കോ ബാങ്ക്, JP അസോസിയേറ്റ്സ്, അപ്പോളോ ടയേഴ്സ് എന്നീ ഓഹരികളുണ്ട്. അദ്ദേഹം മാർക്കറ്റ് വാച്ചിന് നന്ദിയും പറഞ്ഞിട്ടുണ്ട്. കാരണം അദ്ദേഹം മുൻപ് ഒരു ഡേ ട്രേഡർ ആയിരുന്നു, വലിയ അളവിൽ പണം നഷ്ടപ്പെട്ടിരുന്നു. പക്ഷേ ഈ പരിപാടിയിലൂടെ അദ്ദേഹം അത്തരം പ്രവണത വളരെയധികം കുറയ്ക്കുകയും അതിനുശേഷം സ്റ്റോക്കും മേടിച്ച് ഒരല്പം ക്ഷമയോടെ കാത്തിരിക്കാൻ തയ്യാറായി എന്നുള്ള കഥയുമുണ്ട്. എന്തായാലും ഈ ഓഹരികളുടെ സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലുകളാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സബ്ജക്റ്റ് തന്നെയാണ് വീണ്ടും വന്നിരിക്കുന്നത്. ഇതിൽ DLF, ഇപ്പോൾ റിയാലിറ്റി കമ്പനികളൊക്കെ നോർമലി ഒരു ബുൾ റണ്ണിൻ്റെ എൻഡിലാണ് ആ ഒരു റൈഡിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞ രീതിയിൽ DLF നമ്മൾ എനിക്ക് തോന്നുന്നു 2-3 എപ്പിസോഡ് മുമ്പ് തന്നെ റെക്കമെൻഡ് ചെയ്തതാണ്. 216 ആണ് അടുത്തൊരു സപ്പോർട്ട് ലെവൽ, ഇതിൻ്റെ ഒരു ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നത്. 209 ആണ് അടുത്ത സെക്കൻഡ് സപ്പോർട്ട് ലെവലായിട്ട് ഹോൾഡ് ചെയ്യുന്നത്. ഇദ്ദേഹത്തിന് ഒരു എക്സിറ്റ് പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാവുന്ന 244 ലെവൽ ഒരു മേജർ റെസിസ്റ്റൻസ് ഏരിയയാണ്. ആ ഒരു ലെവൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ പ്രോഫിറ്റ് ബുക്കിംഗ് അഡ്വൈസബിൾ ആണ്. ദെൻ കാനറ ബാങ്ക് ആണ് 453 ആൻഡ് 437. ഈ കാനറ ബാങ്ക് ഫണ്ടമെന്റലി വളരെ സൗണ്ടാണ്. ലാസ്റ്റ് റിസൾട്ട് മാർക്കറ്റിന്റെ പ്രതീക്ഷയ്ക്ക് ഉയരാൻ ആ റിസൾട്ടിന് കഴിഞ്ഞിരുന്നില്ല. എങ്കിലും ഇപ്പോഴത്തെ രീതിയിൽ ഒരു പോസിറ്റീവ് സോണിലാണ് ഈ സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്. 512 ആണ് ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ് കാനറ ബാങ്ക്. അതുപോലെ യൂക്കോ ബാങ്ക് 74 ആൻഡ് 69 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 88 ആണ് ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂ ഒരു മേജർ റെസിസ്റ്റൻസ്. ദെൻ JP അസോസിയേറ്റ്സ് 113 ആണ് ഈ സ്റ്റോക്കിലെ മേജർ റെസിസ്റ്റൻസ്. അതോടൊപ്പം തന്നെ 108 വളരെ ക്ലോസ് ആയി വാച്ച് ചെയ്യുക. ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ 113 ലെവലിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. 99 ആൻഡ് 94 രണ്ട് സപ്പോർട്ട് ലെവലാണ്. JP അസോസിയേറ്റ്സ്, യൂക്കോ ബാങ്ക് ഒക്കെ എനിക്ക് തോന്നുന്നത് ഒരു 4 എപ്പിസോഡ് മുമ്പ് നമ്മൾ റെക്കമെൻഡ് ചെയ്താണെന്ന് തോന്നുന്നു. നല്ല റിട്ടേൺ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ലഭിച്ചു. ദെൻ അപ്പോളോ ടയേഴ്സ് ആണ്. അപ്പോളോ ടയേഴ്സ് ഈ റാലിയിൽ അത്രത്തോളം പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നു വളരെ ഫണ്ടമെന്റലി സൗണ്ട് ആയിട്ടുള്ള ഒരു കമ്പനി തന്നെയാണ് അപ്പോളോ ടയേഴ്സ്. 84 ആൻഡ് 78 രണ്ട് സപ്പോർട്ട് ലെവലാണ്. ഈവൻ കറണ്ട് ലെവലിൽ പോലും ഈ സ്റ്റോക്കിൽ ഒരു ബൈ അഡ്വൈസബിൾ ആണ്. ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു ടാർഗറ്റ് അല്ലെങ്കിൽ ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 100 ആണ്. ഈ DLF, കാനറ ബാങ്ക്, യൂക്കോ ബാങ്ക്, JP അസോസിയേറ്റ്സ്, അപ്പോളോ ടയേഴ്സ് എല്ലാ ഇൻവെസ്റ്റേഴ്സിനും നിക്ഷേപത്തിന് പരിഗണിക്കാവുന്നതാണ്. അടുത്ത മാർക്കറ്റിൽ ഒരു കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ കറണ്ട് ലെവലിൽ ഒരു ബൈ അപ്പോളോ ടയേഴ്സിൽ മാത്രമേ അഡ്വൈസബിൾ ആയിട്ടുള്ളൂ. ചെറിയ റിസ്ക് മാർക്കറ്റിലുണ്ട്, അതുകൊണ്ട് ഒരു കോഷ്യസ് അപ്രോച്ച് എടുക്കുന്നതായിരിക്കും നല്ലത്. ഈ സ്റ്റോക്ക് എല്ലാം തന്നെ ഫണ്ടമെന്റലി വളരെ സൗണ്ടാണ്. അവസരങ്ങൾ കിട്ടുമ്പോൾ വാങ്ങുകയും ചെയ്യണം, അവസരങ്ങൾ കിട്ടുമ്പോൾ വിറ്റ് ഇറങ്ങാനും മടിക്കരുത്. പലപ്പോഴും അത് അങ്ങനെ വിറ്റ് ഇറങ്ങാൻ പലരും മടിച്ച് നിൽക്കുന്ന ഒരു സ്വഭാവം മലയാളികളിൽ കണ്ടുവരുന്നുമുണ്ട്. തിരികെ വരാം ഇടവേളയ്ക്ക് ശേഷം. മാർക്കറ്റ് വാച്ച് തുടരുന്നു. ഭുവനേന്ദ്രനോട് പ്രത്യേകമായുള്ളൊരു ചോദ്യമാണ്. പ്രത്യേകിച്ചും 2 മാസം മുൻപ് ജെറ്റ് എയർവേസിനെ വളരെ ശക്തമായി താങ്കൾ റെക്കമെൻഡ് ചെയ്തിരുന്നു. അത് ഈയിടെയുള്ള ഒരു എപ്പിസോഡിൽ അത് ആ സെക്ടർ തന്നെ, പ്രത്യേകിച്ച് ഏവിയേഷൻ സെക്ടറിൽ തന്നെ നിക്ഷേപം ഇപ്പോൾ അത്ര അനുകൂലമല്ല എന്ന തരത്തിൽ സംസാരിച്ചു കണ്ടു. എന്തുകൊണ്ടാണ് ഇത്തരം ഒരു വൈരുദ്ധ്യം വന്നത് എന്നൊരു ചോദ്യമാണ്. ഓക്കെ, ഇതിനകത്ത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ 2 മാസം കൊണ്ട് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ സ്റ്റോക്ക് പ്രൈസിൽ ഇപ്പോൾ ജെറ്റ് എയർവേസ് നമ്മൾ അന്ന് റെക്കമെൻഡ് ചെയ്യുമ്പോൾ 360 ലെവലിലാണ് സ്ട്രോങ് റെക്കമെൻഡേഷൻ കൊടുത്തു. ഇന്ന് 530 ലെവലാണ്. ഇപ്പോൾ ലാസ്റ്റ് വീക്ക് 527 ലെവലായിരുന്നു. ആ സമയത്ത് വാല്യുവേഷൻ ആണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. വാല്യുവേഷൻ ഫെയർ വാല്യൂ അല്ലെങ്കിൽ ഒരു സ്റ്റോക്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തരുത്. അപ്പോൾ 360 നിന്നും 527 മാർക്കറ്റ് മൂവ് ചെയ്തപ്പോൾ ഓൾമോസ്റ്റ് 50% റിട്ടേൺ ലഭിച്ചു. മാർക്കറ്റ് ഇത്തിഹാത്തുമായിട്ടുള്ള 24% സ്റ്റേക്ക് സെയിൽ 1600 crore ഈ ന്യൂസ് ആയിരുന്നു ഈ സ്റ്റോക്കിന് ഇത്രത്തോളം ഷാർപ്പായിട്ടുള്ള ഒരു അപ്പ് മൂവിന് കാരണമായത്. ആ ഒരു മൂവ് എല്ലാ സെക്ടറിലും, സ്പൈസ് ജെറ്റിലും എല്ലാ ആ ഒരു ഏവിയേഷൻ സെക്ടറിലൊക്കെ തന്നെ ആ ഒരു ന്യൂസ് കൊണ്ടാണ്, ടേക്ക് ഓവർ ന്യൂസ് കൊണ്ടാണ് ഇത് അപ്പർ സൈഡിലേക്ക് വന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇനി അങ്ങോട്ട് ഈ സ്റ്റോക്കിൽ റിസ്ക് ഉണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ വാല്യുവേഷൻ 360 റെക്കമെൻഡേഷൻ നടത്തി 527 ലെവലിൽ സെയിം റെക്കമെൻഡേഷൻ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. എക്സിറ്റ് ചെയ്ത് മാറുക എക്സിറ്റ് ചെയ്യുക എന്നുള്ളത്. അതേസമയത്ത് ചിലപ്പോൾ 590 വരെ പോകാനുള്ള സ്ട്രെങ്ത് ഇപ്പോൾ ജെറ്റ് എയർവേസിനുണ്ട്. ഏറ്റവും ഹയർ ലെവലിൽ നമ്മൾ സെല്ല് ചെയ്യണം എന്ന് വിചാരിക്കുന്നതാണ് ഏറ്റവും തെറ്റ്. അവിടെയാണ് അവസരം നമ്മൾക്ക് നഷ്ടപ്പെടുന്നത്. അവിടെ 2-3 സ്റ്റേജ്, ഇപ്പോൾ അദ്ദേഹം ഒരു 300-500 ഷെയർ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ കറണ്ട് ലെവലിൽ 200 സ്റ്റോക്ക് സെല്ല് ചെയ്ത് ദെൻ 560 ലെവലിൽ 590 വരികയാണെങ്കിൽ അങ്ങനെ സെല്ല് ചെയ്ത് പോവുക എന്നുള്ളത്. അപ്പോൾ
ആവറേജ് പ്രൈസിൽ നമുക്ക് കിട്ടും. അതിൽ ബൈയിങ് അതേപോലെ 2-3 സ്റ്റേജായിട്ട് ബൈയിങ് പറയുന്നത് കൊണ്ടാണ്. അപ്പോൾ ഒരിക്കലും ഒരു റെക്കമെൻഡേഷൻ കൊടുത്തു ആ സ്റ്റോക്കിന്റെ പ്രൈസ് ഹയർ ലെവലിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സെയിം റെക്കമെൻഡേഷൻ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ JP Associates 68 ലെവലിൽ സ്ട്രോങ് റെക്കമെൻഡേഷൻസ് കൊടുത്തു. ഇപ്പോഴത്തെ 104 ലെവലിൽ സ്ട്രോങ് റെക്കമെൻഡേഷൻ കൊടുക്കാൻ പറ്റില്ല. ഇനിയത്തെ ഒരു മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ 113 ലെവൽ വരെ പോകാനുള്ള സ്ട്രെങ്ത് ആ സ്റ്റോക്കിലുള്ളൂ. അത് നമ്മൾ എൻട്രി ചെയ്ത് വരുമ്പോൾ 108 വരാം. അപ്പോൾ പ്രോഫിറ്റ് കിട്ടാനുള്ള സാധ്യത കുറയും. അവിടെയാണ് ഈ അവസരത്തിന് പുറകെ നമ്മൾ പോകുമ്പോഴുള്ള ബുദ്ധിമുട്ടാണ്. അവസരം നമ്മുടെ മുന്നിൽ വരുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തുക. ഇപ്പോൾ റിലയൻസ് എടുക്കൂ, L&T എടുക്കൂ, അതുപോലെ ഇൻഫോസിസ്, ഇതെല്ലാം നമ്മുടെ മുന്നിലേക്ക് അവസരം എത്രയോ പ്രാവശ്യം വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ പറഞ്ഞ JP Associates, ഇതൊക്കെ തന്നെ സിൻഡിക്കേറ്റ് ബാങ്ക് ഒക്കെ 86 ലെവലിലായിരുന്നു നമ്മൾ റെക്കമെൻഡേഷൻസ് കൊടുത്ത്. അപ്പോൾ അവസരം നമ്മുടെ മുന്നിൽ വരുമ്പോൾ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ വാല്യുവേഷൻ നോക്കണം. ഒരു 2 എപ്പിസോഡ് മുമ്പ് ജെറ്റ് എയർവേസ് സ്ട്രോങ് റെക്കമെൻഡേഷൻ കൊടുത്തു. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു ആ ഒരു ഇൻഡസ്ട്രിയിൽ തൽക്കാലം മാറി നിൽക്കുക. കാരണം ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഉണ്ടായ അജിത് സിംഗ് വളരെ വ്യക്തമാണ്. അതായത് ആ വാല്യുവേഷൻ ഇപ്പോൾ ഉയർന്ന വാല്യുവേഷനിലേക്ക് എത്തി. അപ്പോൾ അതിൽ നിക്ഷേപം അനുയോജ്യമല്ല. അതിലുപരി ഇപ്പോൾ കഴിഞ്ഞ ദിവസം അജിത് സിംഗ് മിനിസ്റ്റർ പറഞ്ഞത് ടിക്കറ്റിങ്ങിന്റെ ഒരു കൺട്രോൾ കൊണ്ടുവരാനുള്ള സിസ്റ്റം ഇല്ല എന്ന് പറഞ്ഞ് കുറച്ച് ഇൻഡസ്ട്രിയിൽ ഇതുണ്ട്. കാരണം ഏവിയേഷൻ ഫ്യൂവലിന്റെ പ്രൈസ് കൂടുന്ന, ഈ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ്, അതുപോലെ എയർപോർട്ട് മാനേജ് ചെയ്യാനുള്ള അതിന്റെ റേറ്റ് ഒക്കെ കൂടി വരുന്നതുകൊണ്ടാണ് അവർ നിയന്ത്രണം ഏർപ്പെടുത്താത്തത്. ഇതൊക്കെ ഒരു പോസിറ്റീവ് ആയിരുന്നു. ആ ന്യൂസൊക്കെ തന്നെയാണ് ഈ സ്റ്റോക്ക് ഇത്രത്തോളം ഹയർ ലെവൽ വരാനുള്ള റീസൺ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു ഫ്രഷ് ബൈ ഏവിയേഷൻ ഇൻഡസ്ട്രിയിൽ അഡ്വൈസബിൾ അല്ല. മറ്റൊന്ന് സ്വർണത്തിന്റെ വിലയെ സംബന്ധിച്ചുള്ള കാര്യമാണ്. ഇപ്പോൾ ഔൺസിന് 31.4 ഗ്രാമിന്റെ ഒരു ഔൺസിന്, ഒരു ട്രോയ് ഔൺസിന് $1,750 വരെ വന്നിട്ട് ഏകദേശം ഒറ്റയടിക്ക് 1,700 താഴെ വന്നിരിക്കുന്നു. 1,689 ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടിരുന്നു. അതിനോട് അനുബന്ധിച്ച് തന്നെ ഇന്ത്യയിലും വിലയിൽ വലിയ വർധന കണ്ടിട്ട് ഒരു ഡിക്ലൈനിന്റെ പാതയിലാണ്. ഒപ്പം കൂട്ടി വായിക്കേണ്ടത് ഗോൾഡ്മാൻ സാക്സിന്റെ കഴിഞ്ഞ ദിവസത്തെ റിപ്പോർട്ട് അനുസരിച്ച് 2013 സ്വർണത്തിന്റെ വർഷമേ ആയിരിക്കില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന്റെ വ്യക്തമായ സൂചന സ്റ്റോക്ക് മാർക്കറ്റുകളിലെല്ലാം ആഗോളതലത്തിൽ ഉയരാൻ പോവുകയാണ്. നിക്ഷേപം വീണ്ടും സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് പോകുമ്പോൾ ഗോൾഡ് വലിയ രീതിയിൽ താഴെ പോകുന്നതാണ്. ഇതിനെ ഈ കേരളത്തിൽ നിന്നുള്ള ഒരു സാധാരണ നിക്ഷേപകർ, പ്രത്യേകിച്ചും ഈ ഗോൾഡ് നമ്മൾ പലപ്പോഴും പറയുന്ന കാര്യമാണ്, അതിനെ ഈ ഒരു അവസരം വലിയ രീതിയിൽ ഈ താഴേക്ക് പോകുന്ന പോക്ക് അത് മുതലെടുക്കേണ്ടേ? ഇവിടെ ഈ നമ്മൾ 2007 മുതൽ 2012 വരെയാണ് ഗോൾഡ് 230% അപ്രിസിയേഷൻ ഉണ്ടായി. അതിൻ്റെ ഒരു റീസൺ ഗ്ലോബലി തന്നെ ഇക്കണോമിക് സിറ്റുവേഷൻ വളരെ മോശമായി. ഒരു സേഫർ ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിൽ രാജ്യങ്ങളും ഇൻഡിവിജ്വലും ഒക്കെ തന്നെ ഗോൾഡിലേക്ക് ഒരു ഷിഫ്റ്റ് വന്നു. അതേസമയത്ത് സ്റ്റോക്ക് മാർക്കറ്റിൽ നല്ലൊരു അപ്മൂവ് വരുമ്പോൾ ഇതേ ഷിഫ്റ്റ് ഗോൾഡിൽ നിന്നും നല്ല ഇക്വിറ്റിയിലേക്കും കമ്പനികളിലേക്കും മാറാം. ഗോൾഡിന്റെ പർച്ചേസിങ് കുറയും. രാജ്യങ്ങളൊക്കെ ഇപ്പോൾ ചൈനയും ഇന്ത്യയൊക്കെ തന്നെ മേടിക്കുന്നത് പോലെ അവരുടെയൊക്കെ പർച്ചേസ് കുറയാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും. അത് തീർച്ചയായിട്ടും ഗോൾഡിന്റെ പ്രൈസിൽ ഫർദർ ഈ ഒരു ലെവലിൽ നിന്ന് മൂവ് ചെയ്യാനുള്ള അതിനൊരു തടസ്സമുണ്ടാകും തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ ഗോൾഡൊക്കെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുമ്പോൾ വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് അല്ല ഗോൾഡിൽ. ഗോൾഡ് എന്ന് പറയുന്നതും 1 വർഷത്തേക്കോ 2 വർഷത്തേക്കോ അല്ല. ഇപ്പോൾ 2013 or 2014 മോശമായാലും 2020 or 2025 അങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് അടുത്തൊരു 10-15 വർഷത്തേക്ക് ആയിരിക്കണം നമ്മൾ. അപ്പോൾ അവിടെ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് ആണ് ഗോൾഡിൽ എന്നുള്ളത്. ഓരോ മാസവും അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ബാലൻസ് വരുന്ന ഫണ്ട് ചെറിയ രീതിയിൽ വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് സ്റ്റോക്കിലാണെങ്കിലും ഗോൾഡിലാണെങ്കിലും ഒക്കെ തന്നെ റിസ്ക് ആണ്. ഏത് സെക്ടറിലാണെങ്കിലും ഇപ്പോൾ ലാൻഡിലാണെങ്കിൽ തന്നെ അത് റിസ്ക് ആണ്. സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും അഡ്വൈസബിൾ. തീർച്ചയായിട്ടും 2013 എന്ന് പറയുന്നത് ഗോൾഡിന്റെ ഒരു വർഷമായിരിക്കില്ല. എനിക്ക് തോന്നുന്നു ഇക്വിറ്റി മാർക്കറ്റിന്റെ ഒരു വർഷമായിരിക്കാനാണ് സാധ്യത കൂടുതൽ. നമുക്ക് ജയന്റെ സംശയം പരിശോധിക്കാം. ജയന്റെ പ്രശ്നം എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ മാർക്കറ്റ് ആ ഉയർന്ന തലത്തിൽ നിന്നപ്പോൾ ആണ് അദ്ദേഹം നിക്ഷേപിച്ചിരിക്കുന്നത്. അബ്ബാൻ ഓഫ് ഷോർ 1338 രൂപ. അതിനുശേഷം അബ്ബാൻ ഓഫ് ഷോറിൽ ഒത്തിരി ധാരാളം കാര്യങ്ങൾ സംഭവിച്ചു. നെഗറ്റീവായ കാര്യങ്ങൾ കൂടുതലുണ്ടായിരുന്നു. മറ്റൊന്ന് ജിൻഡാൽ സ്റ്റീൽ 707 ലെവലിലാണ് അദ്ദേഹം വാങ്ങിയിരിക്കുന്നത്. ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആവശ്യം. ഇതിൽ അബാൻ ഓഫ് ഷോർ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ഓഫ് ഷോർ ഡ്രില്ലിംഗ് കോൺട്രാക്ടറാണ്. ഈ സ്റ്റോക്കിൽ FISന്റെ വലിയൊരു പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു. അതിനിടയ്ക്ക് കുറേയധികം ഇഷ്യൂസ് വന്ന് FISന്റെ ഹോൾഡിംഗ് ഈ സ്റ്റോക്കിൽ നിന്ന് കുറഞ്ഞു. അതായിരുന്നു ഷാർപ്പായിട്ടുള്ളൊരു ഡൗൺ മൂവിന് കാരണമായത്. ഇപ്പോഴത്തെ രീതിയിൽ വളരെ ഷാർപ്പായിട്ടുള്ളൊരു അപ്പ് മൂവ് ഈ സ്റ്റോക്കിൽ നമ്മൾ പ്രതീക്ഷിക്കാൻ സാധിക്കില്ല. കാരണം ഇദ്ദേഹത്തിന്റെ ബൈയിങ് ലെവൽ എന്ന് പറയുന്നത് 1300 ആണ്. ഇപ്പോഴത്തെ -1000 rupees. അപ്പോൾ ഒരു അടുത്തൊരു ബുൾ റൈഡിന് വേണ്ടി അദ്ദേഹം വെയിറ്റ് ചെയ്യും. ഇപ്പോഴത്തെ രീതിയിൽ ആവറേജിങ് അഡ്വൈസബിൾ അല്ല. പിന്നെ ഇദ്ദേഹം എന്തായാലും 1300 ലെവലിൽ ഇൻവെസ്റ്റ് ചെയ്ത അദ്ദേഹം ഇപ്പോഴത്തെ രീതിയിൽ ആവറേജ് ചെയ്തില്ല എങ്കിലും
അത് അഡ്വൈസബിൾ അല്ല. ആ ഒരു റിസ്ക് അദ്ദേഹം ഏറ്റെടുക്കുന്നതായിരിക്കുന്നല്ല. തീർച്ചയായിട്ടും വളരെ ടഫായിട്ടുള്ള ഒരു ചോദ്യമാണ്. കാരണം ഫണ്ടമെന്റലി ഇപ്പോഴത്തെ രീതിയിൽ അത്രത്തോളം സേഫ് അല്ല അബാന ഓഫ്ഷോർ. അതേ സമയത്ത് സ്റ്റോക്ക് മാർക്കറ്റിൽ അറിയാമല്ലോ, ഡിമാൻഡ് സപ്ലൈ ആണ് ഇതിന്. കമ്പനി വളരെ മോശമാണെങ്കിലും ഏതെങ്കിലും ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് വന്നാൽ, ഇപ്പോൾ ജെറ്റ് എയർവേസോ എന്തെങ്കിലും ടേക്ക് ഓവർ അങ്ങനെയുള്ള ന്യൂസ്, വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ കുറച്ച് പേര് തിരിച്ചു വന്നാൽ ഇത് വളരെ ഷാർപ്പായിട്ടുള്ള ഒരു അപ്മൂവ് ഉണ്ടാകാം. അതുകൊണ്ട് ഇൻവെസ്റ്റ്മെന്റ് ചെറിയ രീതിയിലെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെന്റ് അദ്ദേഹത്തിന് തന്നെ വിടുക എന്നുള്ളതാണ്. ഇതിന്റെ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് 372 and 355 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 431 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു റെസിസ്റ്റൻസ്. ജിൻഡാൽ സ്റ്റീൽ ഫണ്ടമെന്റലി സൗണ്ട് തന്നെയാണ്. അദ്ദേഹത്തിന്റെ ബൈയിങ് ലെവൽ വളരെ ഹയർ ലെവലിലാണ്. പക്ഷേ ജിൻഡാൽ സ്റ്റീൽ ഇപ്പോഴത്തെ രീതിയിൽ ഒരു ബൈ അഡ്വൈസബിൾ ആണ്. എസ്പെഷ്യലി ഒരു 383, 360 ലെവൽ വരുമ്പോൾ ഫർദർ അദ്ദേഹത്തിന് ഒന്ന് ആവറേജ് ചെയ്യുന്നത് തീർച്ചയായിട്ടും നന്നായിരിക്കും. 453 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഇപ്പോൾ ഈ സ്റ്റോക്കിൽ നമ്മൾ പറഞ്ഞില്ലേ, ഒരു സ്റ്റോക്ക് മേടിച്ച് നമ്മൾ താഴേക്ക് മൂവ് ചെയ്യുന്ന ഒരു അവസരത്തിൽ എക്സിറ്റ് ചെയ്ത് മാറുക എന്നുള്ളതാണ്. അത് സാധാരണ സംഭവിക്കുന്നില്ല. ഇപ്പോൾ 1300 നിന്നും ഒരു സുപ്രഭാതത്തിൽ 400 വന്നതല്ല. 600 വന്നു, എഗൈൻ 1200 വന്നു, എഗൈൻ 800 വന്നു, എഗൈൻ 1000 വന്നു. അപ്പോൾ ആ സമയത്ത് ആവറേജ് ചെയ്തിരുന്നെങ്കിൽ എക്സിറ്റ് ഓപ്ഷൻ ലഭിക്കുമായിരുന്നു. ഇന്ന് ഏറ്റവും ലോവർ ലെവലിൽ നിൽക്കുമ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതേ സമയത്ത് ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുത്തു എപ്പോഴും ലൈവായി നിൽക്കുക എന്നുള്ളതാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ നല്ലത്. ഒരു ഫൈനൽ വേർഡ് എന്താണ്? ഫൈനൽ വേർഡ് എപ്പോഴും നമ്മൾ പറയുന്ന പോലെ സ്റ്റേ ഇൻവെസ്റ്റഡ് എന്നുള്ളത് തന്നെയാണ്. മാർക്കറ്റിൽ ഓരോ കറക്ഷൻസും സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്താനുള്ള അവസരമാണ്. അതുപോലെ തന്നെ വളരെ നല്ല കമ്പനികളിൽ തിരഞ്ഞെടുത്ത് നമ്മളുടെ മുന്നിൽ കാണുന്ന സ്റ്റോറിയിൽ എപ്പോഴും പറയുന്നത് പോലെ നല്ല കമ്പനികളിൽ ഇൻവെസ്റ്റ്മെന്റിനുള്ള അവസരം. അപ്പോൾ വീണ്ടും മാർക്കറ്റ് ഹയർ ലെവലിലേക്ക് പോകാനുള്ള സ്ട്രെങ്ത് കാണിക്കുന്നുണ്ട് മാർക്കറ്റിന്. ഇനി അങ്ങോട്ട് കറക്ഷൻസിന്റെ അളവ് കുറഞ്ഞേക്കും എന്ന തരത്തിൽ ദേശീയ തലത്തിൽ കാണാറുണ്ട്, പല അനലിസ്റ്റുകളും പറയാറുണ്ട്. അതേ സമയത്ത് ചിലപ്പോൾ ഷാർപ്പായിട്ടുള്ള കറക്ഷൻസ് വരാം. ഈ ന്യൂസ് ഡ്രിവൺ ആണല്ലോ മാർക്കറ്റ്. അപ്പോൾ ഏതെങ്കിലും നെഗറ്റീവ് ന്യൂസ് വന്നാൽ, പക്ഷെ അങ്ങനെ ഒരു ഷാർപ്പ് കറക്ഷൻ വന്നാൽ അത് ഇൻവെസ്റ്റ്മെന്റിനുള്ള അവസരമാണ്. അതാണ് മുതലാക്കുക എന്നുള്ളതാണ്. നല്ല സ്റ്റോക്കുകളിൽ അങ്ങനെ ഒരു ഷാർപ്പായിട്ടുള്ള കറക്ഷൻ വന്നു, അല്ലെങ്കിൽ ഒരു മൈനർ കറക്ഷൻ വന്നാലും 2-3 സ്റ്റേജ് ആയിട്ടുള്ള സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. തീർച്ചയായിട്ടും ഏറ്റവും നല്ല റിട്ടേൺ 2013 സ്റ്റോക്ക് മാർക്കറ്റ് നൽകാനുള്ള സാധ്യതയുണ്ട്. നന്ദി ശ്രീ ഭുവനേന്ദ്രൻ. നമുക്കറിയാം സ്വർണത്തിന്റെ വില വലിയ പീക്കിൽ നിന്നതിന് ശേഷം ഒരു ഡിക്ലൈനിലാണ് ഇപ്പോൾ. ഗോൾഡ്മാൻ സാക്സിനെ പോലെ അമേരിക്കയിൽ ഏറ്റവും അധികം ആദരിക്കപ്പെടുന്ന ഒരു ധനകാര്യ സ്ഥാപനം പോലും 2013 സ്വർണത്തിന്റെ വർഷമല്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ട് പുറത്തു വന്നു. അതിന്റെ അർത്ഥം ഇക്വിറ്റിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്, ഷെയറിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. കേരളത്തിലുള്ള നിക്ഷേപകർക്ക് നമുക്കറിയാം കഴിഞ്ഞ വർഷങ്ങളിൽ വലിയ രീതിയിൽ പണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവർക്ക് എല്ലാം ഒരുപക്ഷെ അനുകൂലമായ ഒരു വർഷമായിരിക്കും വരുന്നത്. അതുകൊണ്ട് സ്റ്റിക്ക് ഓൺ ടു ദി സ്റ്റോക്സ് എന്ന്, അതല്ലെങ്കിൽ സ്റ്റേ ഇൻവെസ്റ്റഡ്, അല്ലെങ്കിൽ എങ്ങനെയും ഒരല്പം കയറി എന്നാൽ ഇപ്പോൾ അങ്ങ് വിറ്റ് മാറിക്കളയാം എന്നുള്ളത് വേണ്ട. അതിൻ്റെ പൂർണ്ണമായിട്ടും അതിൻ്റെ ഫ്രൂട്ട് എടുക്കണം എന്നുള്ള അഭിപ്രായമാണ് നമുക്കുള്ളത്. അടുത്ത ആഴ്ച കാണാം. നന്ദി, നമസ്കാരം.